സാർ, ഇന്ത്യയിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ മിസോറാം പോലുള്ള നോർത്ത് വെസ്റ്റ് സ്ഥലങ്ങളിലാണ് മുളയ്ക്ക് കൂടുതലും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താ സാറിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച്? അതായത് മുള ഭക്ഷണമാക്കുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ചൈന പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ഫുഡിൻ്റെ ഒരു നല്ല ശതമാനം കൈയടക്കി വെച്ചിരിക്കുന്നത് മുളയാണ്. ഏകദേശം 135 തരം മുളകളുണ്ട്. അതിലൊരു 50ഓളം ഇനം മുളകൾ ഭക്ഷ്യയോഗ്യമാണ്. അതായത് ചൈന ബോർഡറിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളായ മിസോറാം, നാഗാലാൻഡ്, അങ്ങനെ പല പല സംസ്ഥാനങ്ങളിലും മുള ഭക്ഷണമാക്കാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പാലക്കാട് സൈഡിൽ ഒരു വിഭാഗം ആദിവാസികൾ മുളയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മുള ഉപയോഗിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷേ മുളം കൂമ്പ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് രീതികൾ അറിയത്തില്ലാത്തതുകൊണ്ടാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ആൾക്കാർ മുള ഉപയോഗിക്കാത്തത്? മുളയെക്കുറിച്ചുള്ള അജ്ഞതയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ മുള ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം. മുളയരി നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കാറുണ്ട്. അതായത് പായസം ഉണ്ടാക്കാൻ മുളയരി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മുളയുടെ കൂമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇളം ഭാഗം, ഈ ഭാഗമാണ്, ഇതുപോലുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് വാഴക്കൂമ്പ് എന്നിവ പാചകം ചെയ്യുന്നതുകൊണ്ട് തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചൈനീസ് രീതിയിൽ സൂപ്പ് എന്നിങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. നമ്മുടെ എടുക്കുന്ന ഈ മഞ്ഞമുള അല്ലെങ്കിൽ പച്ചമുള ഇതെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഞങ്ങളിങ്ങോട്ട് വന്ന ആ വഴിക്ക് തന്നെ കുറേ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, സാറിന് 3-4 ഏക്കർ സ്ഥലങ്ങളിൽ ഏകദേശം 3000ഓളം മുളകൾ പ്ലാന്റേഷൻ ഉണ്ടെന്ന്. സാറിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉപജീവനമാർഗം മുളയാണോ? അത് പറയുമ്പോൾ മുള നമ്മൾ മെയിനായിട്ടും ഇവിടുന്ന് ഉപയോഗിക്കുന്നത് മുളയെ പൾപ്പ് ഉണ്ടാക്കാനാണ്. അതായത് പേപ്പറിന് വേണ്ടിയുള്ള മുളയാണ് ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഭക്ഷ്യയോഗ്യമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഉപയോഗിക്കുന്നല്ലാതെ മറ്റാരും യൂസ് ചെയ്യാറില്ല. അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരും ഫുഡ് ആഹാരമാക്കിയിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ച് ടേസ്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ടാണോ സാർ അങ്ങനെ ഉപയോഗിക്കുന്നത്? ഞങ്ങളിപ്പോൾ വരുന്ന അടുത്ത് തന്നെ ഒരു മുള ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മുള ഫെസ്റ്റ് മുളയുടെ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ സാർ ചെയ്യുന്നുള്ളൂ? മുള നോർത്ത് വെസ്റ്റ് സ്റ്റൈലിലുള്ള കറികൾ അല്ലാതെ മുള കൊണ്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കാൻ ഈ മുള കൊണ്ട് സാധിക്കുമോ? മറ്റു രീതിയിലുള്ള മുള സംസ്കരിച്ച് വെച്ചാൽ കൃത്യമായിട്ട് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം കേടാകാതിരിക്കും. ജസ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് തന്നെ മുള യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് മുള കയറ്റുമതിയുണ്ടോ? മുളക്കൂമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. മുളക്കൂമ്പ് മറ്റു രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ മുളങ്കൂമ്പ് ഉപയോഗിക്കുന്നു. ചൈനകളിലേക്ക് മുളങ്കൂമ്പ് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യാവസായികമായി സാർ ചിന്തിക്കുന്നുണ്ടോ? അതോ അതിനെക്കുറിച്ച് വ്യാവസായികമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണോ ഈ മുള? മുള അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മാർക്കറ്റ് തീരെ കുറവാണ് മുള ഉൽപ്പന്നങ്ങൾക്ക്. അപ്പോൾ മുളയരി അത്യാവശ്യം മാർക്കറ്റുണ്ട്. പായസം എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് മറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് മുള കൂമ്പ്, മുളയുടെ തളിരില, ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം അതേക്കുറിച്ചുള്ള അജ്ഞതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ഫുഡുകൾ ഏത് തരത്തിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് ശരീരത്തിന്? ഡൈജഷൻ ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ നാരടങ്ങിയ ഫുഡാണ്, കൃത്യമായി ദഹനം നടക്കും. സാറിന് വേറെ എന്തൊക്കെ പ്ലാന്റേഷൻ ഉണ്ടോ മുള കൂടാതെ? നമുക്ക് റബ്ബറുണ്ട്. റബ്ബർ പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ടും മുളയിലേക്ക് തിരിയാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും മുളയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലും പ്രചാരത്തിലാകും. എല്ലാവരും മുള ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ തീരുമാനിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ തന്നെ ഏകദേശം 30ഓളം മുള ഇനങ്ങളുണ്ട്. അതിലൊരു 20ഓളം എണ്ണം ഭക്ഷ്യയോഗ്യമാണ്. ഇടകൃഷി ചെയ്യാറുണ്ടോ? മുളയുടെ കൂടെ മറ്റെന്തെങ്കിലും മിക്സ് ചെയ്ത് കൃഷിയോ, അല്ലെങ്കിൽ നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്ന കൂടെ വാഴ കൃഷി ചെയ്യുന്ന പോലെ തന്നെ മുളയ്ക്കിടയിൽ എന്തെങ്കിലും നടാനോ, അല്ലെങ്കിൽ മുളയിലേക്ക് എന്തെങ്കിലും കയറ്റിവിടാൻ, അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മുള ഉപയോഗിക്കുന്നുണ്ടോ? മുളയ്ക്ക് ഇല്ല. മുള നട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നടാൻ പറ്റില്ല. ഇല്ല, മുള പൂർണ്ണമായിട്ടും അവിടെ വളരും. മുള പൂർണ്ണമായിട്ടും കവർ ചെയ്ത് അത്രയും സ്ഥലം വേസ്റ്റ് ചെയ്യുന്നു എന്നാണോ സാറ് പറയുന്നത്? വേസ്റ്റ് ചെയ്യില്ല. മുള നമുക്ക് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം നമുക്ക് ആദായം കിട്ടും. പൂർണ്ണമായി ആ മുള വെട്ടി മാറ്റാം. പിന്നെ അവിടെ നമുക്ക് പുതിയ വിത്ത് നടേണ്ട ആവശ്യമില്ല. പൂർണ്ണമായി വീണ്ടും പുതിയ തൈകൾ കിളുത്ത് വരും. ഞാൻ ഇങ്ങോട്ട് വന്ന സാറിൻ്റെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി
ഒരു 1.5 കിലോമീറ്റർ താഴേക്ക് വന്നതിന് ഏകദേശം ആറ്റുതീരത്താണ് സാർ മുള നട്ടത്. അത് എന്തുകൊണ്ടാണ് ആറ്റുതീരത്ത് സാർ മുള നടാനുള്ള കാരണം? അതായത് ആറ്റുതീരത്ത് ഉള്ള മുള എന്ന് പറഞ്ഞാൽ ജലം മുളയ്ക്ക് ആവശ്യമാണ്. പൂർണ്ണമായും ജലം നല്ല സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുള വളരത്തുള്ളൂ. അല്ലെങ്കിൽ മുള ഡ്രൈ ആയി പോകും. അത് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റുകളൊന്നും കിട്ടില്ല. അപ്പം അത് മാത്രമല്ല, ഈ കെട്ട് തള്ളിപ്പോയിരിക്കാൻ മുള ഒരു വേലിക്കെട്ട് പോലെ നിൽക്കുന്നു എന്നൊരു അതെ, അത് നമ്മൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഉണ്ട്, അതൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് മുളയുടെ വേര് പഠനം വളരെ ശക്തമാണ്. മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തും. വീതി കൂടില്ല, അതായത് കരയെടുത്തുകൊണ്ട് പോകില്ല. അതിനാണ് അതിരുകളിൽ മുള വെച്ച് പിടിപ്പിക്കുന്നത്. ആറ്റുതീരമാണല്ലോ സാറ് എൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ കിട്ടുക. സാറിന് മീൻ കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആറ്റിൽ മീൻ കൃഷിയുണ്ട്. ആറ്റിൽ കൂട് വളർത്തി വെച്ചാണ് മീൻ വളർത്തുന്നത്. കൂട് വളർത്തി ആറ്റിൽ വെള്ളം കുറവുള്ള സമയത്ത് ആറ്റിൽ ഇരുമ്പിൻ്റെ നെറ്റ് കൊണ്ട് കൂട് കെട്ടി അതിൽ എന്തുതരം ഫിഷുകളാണ് വളർത്തുന്നത്? നമുക്ക് മെയിനായിട്ടും കരിമീൻ, കാർപ്പ് എന്നിവയാണ് കൂടുതലായിട്ട് ഉള്ളത്. ഞണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരിക്കും. ഞണ്ട് കൃഷി കുറച്ചേ ഉള്ളൂ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഞണ്ട് അധികം പറ്റില്ല, ഒഴുക്ക് ജലമാണ്. ഞണ്ടിനെ എങ്ങനെയാണ് നെറ്റിനകത്ത് പിടിക്കുന്നത്? ഞണ്ട് നമ്മൾ നെറ്റ് പൊക്കിയെടുക്കാം. നെറ്റിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്നു, അതിന് ശേഷം അതിൻ്റെ കരയിലെടുക്കുന്നു. 6 മാസമാണ് ഞണ്ടിൻ്റെ വളർച്ചാ കാലാവധി. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഞണ്ടെന്ന് പറഞ്ഞാൽ ചെളി ഇല്ലാത്തതിനാൽ കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടാറില്ല, നഷ്ടമാണ്. ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ആലപ്പുഴ സൈഡിലൊക്കെ ഞണ്ട് കൃഷി ചെയ്യുമ്പോൾ രാത്രിക്ക് ഒത്തിരി ആൾക്കാരെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വല്ല ഇവിടെ ഉണ്ടോ? കാരണം ആറല്ലേ സാറിൻ്റെ പ്രോപ്പർട്ടി അല്ല. അങ്ങനെ നമുക്ക് ആറ്റിൽ ഞണ്ട് കൃഷി ചെയ്യാനുള്ള അനുമതിയൊക്കെ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് അല്ല പഞ്ചായത്തിൽ നിന്നോ പോയി നമ്മൾ അതിന് പ്രത്യേകിച്ച് അനുമതി വല്ലതും ഉണ്ടോ? പഞ്ചായത്തിൽ നമ്മൾ സാങ്ഷൻ എടുക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയ അളവിലാണ് പ്രശ്നമില്ല. വലിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പം വെളിയിലുള്ള ആർക്കെങ്കിലും വന്ന് സാറ് മീൻ വളർത്തുന്നതോട് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മൾ വളർത്തുന്ന മീൻ ചൂണ്ട കൊത്താറില്ല. കരിമീനും കാർപ്പുമാണ്. കാർപ്പ് ചൂണ്ടയിൽ പിടിക്കാറില്ല. അതുകൊണ്ട് സാറിന് അങ്ങനെയുള്ള കട്ടോണ്ട് പോകുന്നുള്ള ഒന്നുമില്ല. വല രാത്രിക്ക് ആഴക്കൂടുതലായ കാരണം ആരും വലയായിട്ട് ഇറങ്ങത്തില്ലെന്നുള്ള ഒഴുക്കുണ്ട്. പിന്നെ രണ്ടുപേരെ കഴിഞ്ഞ വർഷം ചത്തുപൊങ്ങിയാണ്. സാറിന് ഒത്തിരി സുഹൃത്തുക്കൾ വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞു സാറിന് വളക്കൃഷിയുണ്ട് ആറ്റിൻ്റെ തീരത്ത്, സാറിന് സ്ഥലങ്ങളിലെല്ലാം വാഴക്കൃഷിയുണ്ട്, സാറിന് ഇവിടെ കർഷകശ്രീ അവാർഡ് കഴിഞ്ഞ വർഷത്തെ കിട്ടി. സാറ് യുവ കർഷകരിൽ ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ കയറി നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസത്തെ കർഷകശ്രീയുടെ ഫ്രണ്ട് പേജിൽ സാറിൻ്റെ മുളക്കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. സാറിന് എന്താണ് സാറിന് അഭിപ്രായം? ഇപ്രാവശ്യത്തെ കർഷകശ്രീ കിട്ടി അങ്ങനെ ഒരു പ്രോത്സാഹനത്തെക്കുറിച്ച് സാർ എന്ത് പറയുന്നു? മുളക്കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതിന് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ മുള നമ്മുടെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സർക്കാർ മുളയുടെ ഉൽപ്പന്നങ്ങൾ ആഹാരമാക്കുന്നതിനെക്കുറിച്ച് ഒരു ഫെസ്റ്റ് നടത്തുക, അതിന് പ്രചാരണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സഹായം വേണമെന്നാണ് പറയാനുള്ളത്. കേരളത്തിലെ ഫുഡിൽ മുളയുടെ സാന്നിധ്യം തീരെ കുറവാണ്. അത് മാറണം. നമ്മൾ ഫുഡിൽ നല്ല അളവിൽ മുള ഉൾക്കൊള്ളണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ഈ ആഴ്ച പ്രേക്ഷകർക്ക് മുളകൃഷിയെക്കുറിച്ചും മുളയുടെ കൂമ്പ് ആഹാരമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ. സാർ അതിന് കുറേ കാര്യങ്ങൾ മുളയെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. നന്ദി. ഓക്കെ, നമ്മളിവിടെ അടുത്ത് ഒരു പുഴയാണ്. നമുക്ക് അവിടെ പോയി ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് കയറാം. ശരി. ഇവിടെ പെരുമ്പാമ്പ് വളരെ ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യത്തിലധികം പെരുമ്പാമ്പുണ്ട്. തോട്ടപ്പുഴ വല്ലതും ഉണ്ടോ സാറേ? തോട്ടപ്പുഴുണ്ട്. തോട്ടപ്പുഴ ഇപ്പം ഇച്ചിരി കുറവാണ്. പിന്നെ പെരുമ്പാമ്പ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. സൂക്ഷിച്ചടക്കണം. കാലിനൊക്കെ പെരുമ്പാമ്പ് വേണം. ആറിൻ്റെ തീരമൊക്കെ വളരെ സാറത് ഒന്നും ആറിൻ്റെ തീരമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആറ് മുള ഇങ്ങനെ തോട്ടൊക്കെ കയറി ഇറങ്ങി പോവാണോ അതോ തെറ്റിൽ ഇടിഞ്ഞിടിഞ്ഞ് പോയതാണോ? മലവെള്ളം വന്നപ്പോൾ പോയതാണ്. ഇത്ര മണ്ണ് ഇവിടുന്ന് ഒലിച്ചു പോയല്ലേ? നഷ്ടമുണ്ട്. നമ്മൾക്ക് ബ്ലോക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാറില്ല. നമുക്കിത് കെട്ടണമെങ്കിൽ തന്നെ നമുക്ക് ലക്ഷങ്ങളുടെ ഇതിലാവും. അതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പോവാണ്. മുള ഉള്ളതുകൊണ്ട് കുറച്ച് പോകാൻ നിൽക്കുന്നു. അതാണ് ആശ്വാസം. നമുക്ക് ഇവിടുന്ന് കൈയും കാലം കഴുകിയിട്ട് ഇതിലൊക്കെയുണ്ട്. സാറെന്നും ഇവിടെ വന്ന കൃഷി ഇടങ്ങളൊക്കെ സന്ദർശിച്ച് കൈയും കാലും കഴുകി ഇവിടുന്ന് കുളിച്ചിട്ടാണോ സാറ് ജോലിക്ക് പോകുന്നത്? മിക്കവാറും ഇവിടുന്ന് ഇറങ്ങി കുളിച്ചിട്ടാണ് പോകുന്നത്. ഇത്രയും ഇത് ഇടുക്കിയിലെ വനങ്ങളിൽ നിന്ന് ഒഴിവരുന്ന വെള്ളമാണ്. അതിനകത്ത് എല്ലാ മെഡിസിൻസിൻ്റെയും അളവുണ്ട്. അത് പച്ചമരുന്നുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ജലമാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ സാറിന് സപ്പോർട്ട് തരാറുണ്ട് ഇപ്പം കൃഷികളെക്കുറിച്ച്? സപ്പോർട്ടീവാണ്. നമുക്ക് വെള്ളത്തിന് ആഴമുണ്ടോ സാറേ?
ഇവിടെ ഈ ഭാഗത്ത് ആഴം കുറവാണ്, കുറച്ച് മുകളിൽ നല്ല ആഴമാണ്. ആ നമുക്ക് വേണം കൈ കരുത്താം. നമുക്ക് മുളക് ഇവിടെ തന്നെ ഫ്രഷ് ആക്കാം. ആ ഒന്ന് ചെറുതായിട്ട് കഴിയാൻ മതിയോ? ഇത് നമ്മൾ അതിൻ്റെ പുറത്തൊരു രോമമുണ്ട്, ആ രോമമാണ് നമ്മൾ കഴിക്കുന്നത്. അതെ, അത് നമുക്ക് ചൊറിച്ചിലുണ്ടാകും ചിലർക്ക്. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ചെറിയ രോമമാണ്. അത് കഴിക്കണം അല്ലേ? അത് വെന്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ, ഇപ്പോൾ കണ്ട ഫ്രഷ് ആയല്ലോ, വാഴപ്പള്ളി പോലെ. നമ്മൾ മീൻ വളർത്തുന്നത് ആ ഭാഗത്താണ്, താഴേക്കാണ്. അതെ. ഒഴുക്കുണ്ടല്ലോ സാറേ, ഈ ഒഴുക്കിന് മീൻ ഒഴുകി പോകും. വെട്ടൽ കൂടാണ്, അതുകൂടാതെ അതിൻ്റെ അടിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്, കരയോട് ചേർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ഒരിക്കലും ഒഴുകി പോയില്ല. ഏകദേശം 2 മീറ്റർ വീതി ഉള്ള 2 മീറ്റർ വീതി 100 മീനുകളെ ഉൾക്കൊള്ളാം. 100 മീനല്ലേ? 100 മീൻ. ഓക്കെ, ഓക്കെ, നമുക്ക് പോകാം. ആ ശരി. തെന്നി വീഴുമോ സാറേ? സൂക്ഷിച്ചിടക്കാം, നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പോയില്ല. കുഴപ്പമില്ല. സാറേ ഇങ്ങനെ കയറി ഇവിടെ കയറാമല്ലേ? ശരിക്കും സാറിൻ്റെ പ്രോപ്പർട്ടി ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വനം പോലെ കിടക്കുന്നു. ആയുർവേദ സസ്യങ്ങളൊക്കെ വളർത്തുണ്ടോ? ആ കുരുമുളക് ഇങ്ങനെ ഈ കല്ലിലും മതിലും കയറ്റി വളർത്താമെന്ന് നമ്മൾ കേരളത്തെ പ്രേക്ഷകർ ഇങ്ങനെ വളർത്താം. അത് സ്വാഭാവികമായ അവസ്ഥയിൽ വളരുന്നു എന്നുള്ളതാണ്. അതെ, കൃഷിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, അതിന്റെ സാഹചര്യത്തിൽ അത് വളർന്ന് വിളവെടുക്കാൻ. സാറേ ഞങ്ങൾ വണ്ടി ഇരിക്കുന്ന അവിടെ ആ ഭാഗത്താണ്, നമ്മൾ ഇതിലേക്ക് കയറിപ്പോ. എത്ര ഏക്കർ തോട്ടമുണ്ട് സാർ റബ്ബർ തോട്ടം? റബ്ബർ ഇപ്പോൾ 10 ഏക്കറുണ്ട്. 10 ഏക്കറുണ്ട്. ഇപ്പോൾ റബ്ബർ കൃഷി അതുകൊണ്ടാണ് നമ്മൾ വെട്ടുകാരൊക്കെ ഇല്ല, സാർ തന്നെയാണ് വെട്ടുന്നത്? വെട്ടുകാരുണ്ട്, 4-6 പേരുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോൾ റബ്ബറിന് വില കുറവാണ്, നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ജാതി കൃഷി ഉണ്ടല്ലേ സാർ? ജാതി കുറച്ചുണ്ട്. അങ്ങനെ സൈഡ് ജാതിയാന്ന് തോന്നുന്നു. ആയി വരുന്നേ ഉള്ളൂ. ആയി വരുന്നുള്ളല്ലേ? ആ ശരി. ഓക്കെ, പോരും. നമ്മുടെ തൈ റബ്ബറുകളാണ്. തൈ റബ്ബർ 1 വർഷത്തിൽ താഴെ പ്രായമുള്ള റബ്ബർ തൈകളാണ്. അതെ. പെരുമ്പാമ്പിൻ്റെ ശല്യം ഈ ഭാഗത്താണ് സാർ ഉള്ളത്? ആറ്റുതീരത്ത് മൊത്തം പെരുമ്പാമ്പുണ്ട്. ഉണ്ട്. വളരെ 20 കിലോ മേളിൽ വലിപ്പ തൂക്കമുള്ള പെരുമ്പാമ്പുകളാണ് ഇവിടെ കൂടുതലാണ്. 20 കിലോ? 20 കിലോ. അയ്യോ. അതായത് മുട്ട കിടക്കുന്ന പെരുമ്പാമ്പ് കുഞ്ഞ് തന്നെ 300 ഗ്രാമിന് മേളിൽ തൂക്കമുണ്ട്. മുട്ട വിരിയുന്ന പെരുമ്പാമ്പ് കുഞ്ഞുങ്ങൾക്ക് 300 ഗ്രാം തൂക്കമുണ്ട്. അത് വെറും 15-20 ദിവസം കൊണ്ട് 1 കിലോയിലേക്ക് എത്തും. 15-20 ദിവസം കൊണ്ടോ? ആ, പെരുമ്പാമ്പ് കുഞ്ഞ് മുട്ട വിരിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ സ്റ്റേ ചെയ്യാറില്ല. മുട്ട വിരിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടത്തിന് പോവാണ്, എങ്ങോട്ടെങ്കിലും പോകും. വെള്ളത്തിൽ കൂടെ അങ്ങ് പോവായിരിക്കും. ആ ഓക്കെ, ഇത് നമ്മൾ കയറാൻ പോകുന്നത് ഒരു കാട്ടിലേക്കാണ്. സൂക്ഷിച്ച് വരണം, കാരണം വെച്ചാൽ കുറുക്കൻ ഒക്കെ ഉള്ള അധികമുള്ള ഒരു ഏരിയ ആണ്. അതെ. ഇവിടുന്ന് ശബരിമല വനമായിട്ട് അധികം ദൂരമില്ലല്ലേ? 60 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 60 കിലോമീറ്റർ. അതാണ് വളരെ സൂക്ഷിച്ച് വരിക. ജീവികളൊക്കെ വന്യജീവികളൊക്കെ ധാരാളമുള്ള ഏരിയയാണ്. അതെ. കാട്ടുപോലൊക്കെ മുന്നോട്ട് ചേരാം. ആന ഇറങ്ങും ഇവിടെ? ആന കുറവാണ്,
കാട്ടുപന്നി ശല്യം വളരെ കൂടുതലാണ്. കാട്ടുപന്നിയുടെ കാട്ടുപന്നിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? വല ഇടുവോ അതോ? കാട്ടുപന്നി പടക്കം കിട്ടുന്നുണ്ട്. ആ എന്നാലും അതിന് ശല്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെ കൊല്ലാനുള്ള അനുമതി സർക്കാരിനില്ല. ആ ഒരു പ്രശ്നമാണ്. ഏതൊക്കെ കാട്ടുപന്നി വെട്ടിയിട്ട കത്ത്. അതെ. സാർ എന്തുകൊണ്ടാണ് സാറിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ദൂരെ മാറി വീടും സ്ഥലം വെക്കാൻ കാരണം? വീട് സ്ഥലം നമുക്ക് റോഡ് സൈഡിൽ തന്നെ, അതായത് പിള്ളേർക്കൊക്കെ സഞ്ചരിക്കാനുള്ള ബസ് സൗകര്യമൊക്കെ നോക്കിയാണ് നമ്മൾ റോഡ് സൈഡിലേക്ക് മാറിയത്. ഇവിടെ വീടുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോകാം. 20 മിനിറ്റ് യാത്രയുണ്ട്. 20 മിനിറ്റ് ദൂരം ഉണ്ടല്ലേ? ബൈക്കിൽ പോകാം. ബൈക്കിനാ? നമ്മൾ ലോക്കൽ യൂസ് ബൈക്കാണ് എടുക്കാറുള്ളത്. BMW ബെൻസൊക്കെ ഉണ്ട്. നല്ലോണം ബൈക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത്തരം ബൈക്കുകൾ കൂടുതൽ മൈലേജുകൾ ഉദ്ദേശിച്ചാണ് ഇത്തരം ബൈക്കുകൾ സാർ? നമുക്ക് ഇവിടുത്തെ റോഡിൽ ഉപയോഗിക്കുമ്പോൾ ചിലവ് കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ്. നമ്മൾ വലിയ വണ്ടി എടുത്താൽ അതിനൊരു ഷോക്ക് ഓപ്ഷൻ വാങ്ങാൻ നമുക്ക് 2500 രൂപ പോകും. ഇതിനാണെങ്കിൽ 800 രൂപയ്ക്ക് മാറി കിട്ടും. 800 രൂപയ്ക്ക്. ഇപ്പം 13 കൊല്ലമായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിനും നല്ല സ്പ്ലെൻഡറാണ്, കമ്പനിയാണ്. ആദ്യത്തെ ഹീറോ ഹോണ്ടയുടെ സാധനമാണ്, നല്ല മൈലേജ് ഉള്ളതാണ്. ആ ശരി സാറേ, വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ടാം.